ഗുഡ് മോർണിംഗ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റേഷ്യോസിൽ ലിക്വിഡിറ്റി റേഷ്യോ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ലിവറേജ് റേഷ്യോ ഡിസ്കസ് ചെയ്തു, ആക്ടിവിറ്റി റേഷ്യോ ആൻഡ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അതിൻ്റെ അണ്ടറിൽ വരുന്ന സബ് റേഷ്യോസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. ഓക്കെ, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ ആർ യൂസ്ഡ് ഫോർ ഇവാലുവേറ്റിംഗ് ദി ഷെയർസ് ആൻഡ് സ്റ്റോക്ക് വിച്ച് ആർ ട്രേഡഡ് ഇൻ ദി മാർക്കറ്റ്. മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഷെയർസിൻ്റെയും സ്റ്റോക്കിനെയും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഷെയറും സ്റ്റോക്കും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. ഇറ്റ് ആൾസോ കോൾഡ് ഇൻവെസ്റ്റേഴ്സ് റേഷ്യോസ് ഓർ സ്റ്റോക്ക് മാർക്കറ്റ് റേഷ്യോ ഓർ മാർക്കറ്റ് വാല്യുവേഷൻ റേഷ്യോ എന്നീ 3 പേരുകളിലും കൂടെ ഏതറിയപ്പെടുന്നുണ്ട്, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. ഓക്കെ, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ വിൽ ബി ഹൈ ആൻഡ് ഇറ്റ്സ് ഷെയർ പ്രൈസ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ഹൈ. നമുക്ക് കിട്ടുന്ന മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ ഹൈ ആണെങ്കിൽ നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം, ആ ഷെയറിൻ്റെ പ്രൈസ് എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസിൻ്റെ അണ്ടറിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് റേഷ്യോസ് ആണ് ഏണിംഗ് പെർ ഷെയർ, ഡിവിഡൻഡ് പെർ ഷെയർ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആൻഡ് പ്രൈസ് ഏണിംഗ് റേഷ്യോ. ഈ 4 റേഷ്യോസ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ഏണിംഗ് പെർ ഷെയർ, ദാറ്റ് ഈസ് EPS അല്ലേ. ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ് ദി പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഈച്ച് ഇക്വിറ്റി ഷെയർസ്. ഓരോ ഇക്വിറ്റി ഷെയർസിനും അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റ് ബൈ ഡിവൈഡിങ് ദി പ്രോഫിറ്റ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ബൈ ദി നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ്. അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് EPS ഈക്വൽ ടു, എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ദി നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വേഷൻ EPS ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, EPS കിട്ടി. ഓക്കെ, കോമ്പോണൻസ്. നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്. എന്ത് ഫസ്റ്റ് കോമ്പൗണ്ട് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഫൈനൽ നെറ്റ് പ്രോഫിറ്റ് ആണ്, അതായത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്, ടാക്സും പ്രിഫറൻസ് ഡിവിഡൻഡ് ലെസ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ്. സെക്കൻഡ് വൺ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, സെക്കൻഡ് കോമ്പോണൻറ്റ്. നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ്, ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് അല്ലേ. ഫസ്റ്റ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഇക്വിറ്റി ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇഫ് EPS ഈസ് ഹയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് വിൽ ബി ഹയർ ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. നമ്മൾ പറഞ്ഞു നമുക്ക് കിട്ടുന്ന EPS ഹയർ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഹയർ ആയിരിക്കും. ഓക്കെ, ദിസ് റേഷ്യോ ഹെൽപ്സ് ദി ഇൻവെസ്റ്റേഴ്സ് ടു ടേക്ക് ഡിസിഷൻസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഏത് റേഷ്യോ, EPS റേഷ്യോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള റേഷ്യോ സെക്കൻഡ് വൺ DPS, ഡിവിഡൻഡ് പെർ ഷെയർ. ഓക്കെ, ഡിവിഡൻഡ് പെർ ഷെയർ മീൻസ് ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പെർ ഷെയർ ഈസ് നോൺ ആസ് DPS. ഒരു ഷെയറിൽ പെർ ഷെയറിൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ആണ് എന്ത്, DPS, ഡിവിഡൻഡ് പെർ ഷെയർ. ഒരു ഷെയറിൽ അയാൾക്ക് കിട്ടുന്ന ഡിവിഡൻഡ്, അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ ദി നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. DPS നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ഡിവിഡൻഡ് ഓർ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ ദി നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, DPS കിട്ടി. ഓക്കെ, DPS ഈക്വൽ ടു ഇക്വേഷൻ ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ ദി നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോയിൽ EPS ആൻഡ് DPS ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കതിൻ്റെ രണ്ടിൻ്റെയും ഓരോ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. കാൽക്കുലേറ്റ് EPS ആൻഡ് DPS ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ അല്ലേ. EPSും കാൽക്കുലേറ്റ് ചെയ്യണം, DPSും കാൽക്കുലേറ്റ് ചെയ്യണം. 20% ഇക്വിറ്റി ഷെയർസ് ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ₹10 each 5 lakh. 10% preference capital ₹50 each 4 lakh.
റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 50% ഓഫ് നെറ്റ് പ്രോഫിറ്റ് അല്ലേ. നമുക്ക് തന്നിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിൻ്റെ 50% ആണ് ടാക്സ്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 3,80,000. നമ്മോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഏണിംഗ് പെർ ഷെയറും ഡിവിഡൻഡ് പെർ ഷെയറുമാണ് നമ്മോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഏണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഏണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ EPS ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് അല്ലേ. EPS ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ അതിൻ്റെ കോമ്പോണൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഫൈനൽ നെറ്റ് പ്രോഫിറ്റ് ആണ്. ടാക്സും പ്രിഫറൻസ് ഡിവിഡൻറ്റും ലെസ് ചെയ്തതിന് ശേഷം കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ആണ് അല്ലേ. നമുക്ക് കിട്ടിയിട്ടുള്ള ടാക്സ് കൊടുക്കുന്നതിനൊക്കെ മുമ്പുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ് എന്ത് തന്നിട്ടുള്ളത്, 3,80,000. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ടാക്സും പ്രിഫറൻസ് ഡിവിഡൻറ്റും ലെസ് ചെയ്തതാവണം. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ ടാക്സ് കാണാൻ വേണ്ടിയിട്ട് 3,80,000ൻ്റെ 50%, അതായത് 1,90,000 ആണ് എന്ത് വരുന്നത് ടാക്സും. പ്രിഫറൻസ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നതോ 4,00,000ൻ്റെ 10% ആണ് എന്ത് കൊടുക്കുന്നത്, പ്രിഫറൻസ് ഡിവിഡൻറ്റ്, അതായത് 40,000. അപ്പോൾ 1,90,000 40,000 ഈക്വൽ ടു 2,00,000 എന്ത് വരുന്നുണ്ട്, 2,30,000 നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ആ 2,30,000 ഏതിൽ നിന്ന് ലെസ് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യണം ബിഫോർ ടാക്സ്. അതായത് 3,80,000 മൈനസ് 2,30,000 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 1,50,000 നിന്ന് നെറ്റ് പ്രോഫിറ്റ് ആയിട്ടുള്ള ഫൈനൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടുക. അതായത് നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലേ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടാക്സും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻറ്റും പേ ചെയ്തിട്ടുള്ളത് കിട്ടുന്ന പ്രോഫിറ്റാണ് ആരത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രോഫിറ്റ്. ഡിവൈഡ് ബൈ ഇനി എന്താ നമുക്ക് വേണ്ടത്, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കാണാൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടോട്ടൽ 5,00,000 ആണ് അല്ലേ. 5,00,000 ഡിവൈഡ് ബൈ എത്ര രൂപക്കാണ് 10. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 50,000 ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. 50,000 ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 10 രൂപയ്ക്ക് ഷെയറാണ്. നമുക്ക് അങ്ങനെ ടോട്ടൽ എമൗണ്ട് എത്ര കിട്ടുന്നത്, 5,00,000. അപ്പോൾ 1,50,000 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ്, 5,00,000 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 50,000. ഓക്കെ, അപ്പോൾ നമുക്ക് EPS ഈക്വൽ ടു 3 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് DPS ആണ്, ഡിവിഡൻഡ് പെർ ഷെയർ. ഡിവിഡൻഡ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഡിവിഡൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റൽ അറിയുന്നത് 5,00,000ഉം അത് 20% ആണ് അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ 5,00,000 ഇൻറ്റു 20% ഈക്വൽ ടു എത്രയാണ് ഇക്വിറ്റി ഡിവിഡൻഡ്, 1,00,000. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിരുന്നു, എത്രയാണ് 50,000. അപ്പോൾ DPS ഈക്വൽ ടു 1,00,000 ഡിവൈഡ് ബൈ 50,000 ഈക്വൽ ടു 2 നമുക്ക് കിട്ടി. ക്ലിയർ ആയല്ലോ EPS ആൻഡ് DPS കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എല്ലാവരും വർക്കൗട്ട് ചെയ്യാം. താങ്ക് യു.